കശ്മീരിൽ തീവ്രവാദികൾ നടത്തിയ നരനായാട്ടുമായി പാകിസ്ഥാൻ കരസേനാ മേധാവി കഴിഞ്ഞയാഴ്ച നടത്തിയ പ്രസംഗത്തിന് ബന്ധമുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. കശ്മീരികൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ ജനറൽ അസീം മുനീർ ബലൂചിസ്ഥാൻ തീവ്രവാദത്തെക്കുറിച്ചും പരാമർശിച്ചത് അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. It is our jugular vein. We will not forget it. And we will not leave our Kashmiri brethren in their heroic struggle, what they are waging against the Indian occupation. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പാകിസ്ഥാനിലെ ഒരു സൈനിക മേധാവി ഇത്രയും പരസ്യമായും വ്യക്തമായും രാഷ്ട്രീയം പറഞ്ഞത്. അതും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇരുത്തിക്കൊണ്ട്. പ്രവാസികളായ പാകിസ്ഥാനികളുടെ സമ്മേളനമായിരുന്നു വേദി. കശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും കശ്മീരികൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും അസീം മുനീർ പറഞ്ഞതിന് ദിവസങ്ങൾക്കുള്ളിൽ തീവ്രവാദികളുടെ നരനായാട്ട് സംഭവിച്ചു. തീവ്രവാദികൾ മതം ചോദിച്ചാണ് വിനോദസഞ്ചാരികളെ കൊന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരിക്കലും ഒന്നിച്ചു പോകില്ലെന്നായിരുന്നു കൈയടികളുടെ അകമ്പടിയോടെ ജനറൽ ഉറപ്പിച്ചു പറഞ്ഞത്. We are different from the Hindus in every possible aspect of life. Our religion is different. Our customs are different. Our traditions are different. Our thoughts are different. Our ambitions are different. That was the foundation of the two-nation theory that was laid there. വഖഫ് നിയമം പരിഷ്കരിച്ചതിനെതിരായ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന സമയം തന്നെ മതം നോക്കിയുള്ള ആക്രമണത്തിന് തിരഞ്ഞെടുത്തതും യാദർച്ഛികമല്ലെന്നാണ് കരുതേണ്ടത്. മതവികാരം പരമാവധി മുതലെടുക്കാനുള്ള തന്ത്രമാകാം ഇത്. ബലൂചിസ്ഥാൻ തീവ്രവാദികൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ മാസം നടത്തിയ തീവണ്ടി റാഞ്ചലിൽ 70ഓളം പേർ മരിച്ചിരുന്നു. അന്നും പാകിസ്ഥാൻ ഇതേ വാദം ആവർത്തിച്ചു. ബലൂചിസ്ഥാനിലെ തീവ്രവാദികളെ കുറിച്ച് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ സൈനിക മേധാവി അവരെ തിരിച്ചടിച്ച് തകർക്കുമെന്നും പറഞ്ഞിരുന്നു. Inshallah, you will see that we will beat the hell of these terrorists very soon. Balochistan, you think this 1,500 people belonging to BLA and BLF and BRA etc. can take away Balochistan from us? ഇതിനിടെ സംഭവവുമായി ഒരു ബന്ധവുമില്ലെന്ന പതിവുവാദവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ട്. पाकिस्तान का इससे कोई ताल्लुक नहीं है. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കശ്മീരിൽ മാത്രമല്ല നാഗാലാൻഡിലും മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ സമരം നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ബലൂചിസ്ഥാനിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയാണെന്ന ആരോപണവും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, News 18.